ചാപ്റ്റർ 10 ആണ് വരുന്നത്, ഹോസ്പിറ്റൽ വാർഡ്. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, madam. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? ഇൻപേഷ്യന്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ്, നമ്മ ഹോസ്പിറ്റൽ വാർഡ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ജസ്റ്റ് വാർഡ് എന്താണെന്ന് പറഞ്ഞു, വാർഡ് കൊണ്ടുള്ള പർപ്പസ്, ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു അല്ലേ? നോക്കിയോ? ഇതൊന്നും പറയട്ടെ, നോക്കിയില്ല? നോക്കി? ഓക്കെ ആണോ? ക്ലിയർ ആണോ എല്ലാം? ക്ലിയർ ആണോ? മാം, ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എവിടെ എത്തിയെന്ന് ഒരു ഐഡിയ ഇല്ല. ക്ലിയർ ആയില്ല റുസിയ? ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് മിസ്സിന്റെ ആണോ? ഏതിനാണ് ഇപ്പൊ? ഹോസ്പിറ്റൽ വാർഡാണ് ഉദ്ദേശിക്കുന്നത്? മിസ് എടുത്ത ആദ്യത്തെ ഹോസ്പിറ്റൽ ക്ലാസ് അല്ല മിസ്സേ, ഹോസ്പിറ്റൽ വാർഡിന്റെ ഫസ്റ്റ് സെക്ഷൻ എനിക്ക് കിട്ടിയില്ല. അപ്പം മിസ് എവിടം വരെ എത്തി എന്നുള്ളൊരു ക്ലൂ എനിക്ക് കിട്ടുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ മിസ്. ഇൻപേഷ്യന്റ് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പൊ അതൊരു ഇത്തിരി എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റൽ വാർഡ് കൊണ്ടുള്ള ഉദ്ദേശം, പർപ്പസ് എന്താണെന്ന് പറഞ്ഞു. പറയണല്ലേ? അല്ല മാം, സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞിട്ടുള്ളതാ വരുന്നത്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ ഭാഗമൊക്കെ കിടക്കുന്നത്, സ്ക്രീനിൽ കിടക്കുന്നത്. സ്ക്രീനിൽ ഇപ്പൊ കിടക്കുന്നത് ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഭാഗമാണ് കിടക്കുന്നത്. ഓക്കെ മിസ് എടുക്കാം. മിസ് ജസ്റ്റ് എടുത്ത് സ്ക്രീനിൽ എടുത്തിട്ടേക്കുന്നതാണ്. ക്ലാസ് എടുക്കുമ്പോ ഒക്കെ കറക്റ്റ് ചെയ്തിടാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ മിസ്, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് അല്ലെ? ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂമാണ് അല്ലെ? ഹോസ്പിറ്റൽ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു റൂം തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ്, നമുക്ക് സാധാരണ ഒരു റൂമിൽ എത്ര ബെഡ്സുകൾ ഉണ്ടാവും? 1-2 ബെഡ്സുകൾ ആയിരിക്കും അല്ലെ അറേഞ്ച് ചെയ്യുന്നത്, ആണോ? ഹോസ്പിറ്റലിലെ റൂമുകളിൽ ഇവിടെ സോ മെനി ബെഡ്സ് ആർ അറേഞ്ച്ഡ് അല്ലെ? ഒരുപാട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫോർ മെനി പീപ്പിൾസ് അല്ലെ? ഒരുപാട് പേഷ്യൻസിന് വേണ്ട ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ഒരു റൂമിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ വാർഡ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും കിടക്കുന്നത്? ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ് അല്ലെ? ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമായി വരുന്ന പേഷ്യൻസിനെയാണ് അവിടെ ഒരു വാർഡിൽ അഡ്മിറ്റ് ആക്കുന്നത്. നമുക്കറിയാം, കാർഡിയാക് വാർഡിൽ ഏത് തരത്തിലുള്ള രോഗികളായിരിക്കും? കാർഡിയാക് പേഷ്യൻസ് ആയിരിക്കും അല്ലെ? കാർഡിയാക് പേഷ്യൻസ് ആയിരിക്കും അല്ലെ? ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുള്ളവരായിരിക്കും. അതേപോലെ പീഡിയാട്രിക് വാർഡിൽ എങ്ങനെയാണ്? കുഞ്ഞുങ്ങളായിരിക്കും അല്ലെ? കുട്ടികളായിരിക്കും അല്ലെ? പീഡിയാട്രിക് കുട്ടികളായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെ സിമിലർ ട്രീറ്റ്മെന്റിന് വേണ്ട ഒരുപാട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഒരു റൂമിനെയാണ് വാർഡ് എന്ന് പറയുന്നത്. ആ വാർഡിൽ ഒരു പേഷ്യന്റിനെ താമസിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ പേഷ്യൻസിന്റെ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചാണ് അല്ലെ? തീവ്രതയെ അടിസ്ഥാനമാക്കി, സെവേറിറ്റി ഓഫ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മിസ്. ആ സിക്കിന്റെ അവർക്ക് വന്നിരിക്കുന്ന ആ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും അല്ലെ? ഇപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു പനിയാണ്, അപ്പൊ നമ്മൾ എത്ര ദിവസം കിടത്തും? 3 ദിവസമൊക്കെ കിടത്തി ആന്റിബയോട്ടിക്സ് ഒക്കെ ഒന്ന് വിടും അല്ലേ? ആണോ? ആ പനി തന്നെ കുറച്ചും കൂടി നമ്മുടെ കൂടുതലായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ന്യൂമോണിയ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം കൊണ്ട് വിടും അവിടെ നിന്ന്? ന്യൂമോണിയ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇല്ല, കുറച്ച് ദിവസം കൂടിയും കൂടില്ലേ? അപ്പൊ ഒരു വാർഡിൽ ഒരു പേഷ്യന്റിനെ താമസിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
severity of the condition. Clear ആയില്ലേ? നെക്സ്റ്റ് പറയുന്നത് പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്താണ്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ വാർഡിൽ താമസിപ്പിക്കുന്നത്? രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടും ചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്. പിന്നെ എന്താണ്? പേഷ്യൻസിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പ്രൊമോട്ടിങ് ഹെൽത്ത് അല്ലെ. നമ്മളെ ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വിടുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ സ്റ്റേബിൾ ആയതിനു ശേഷം അല്ലെ, നോർമൽ കണ്ടീഷനിലായതിനു ശേഷം അല്ലേ, അസുഖമൊക്കെ കുറഞ്ഞതിന് ശേഷം അല്ലേ. അപ്പൊ പ്രൊമോട്ടിങ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് നമ്മുടെ അസുഖത്തെ കുറിച്ച് പറഞ്ഞു തരണ്ടേ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. അഡ്മിറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടോ നമ്മൾ ഏത് ഭക്ഷണക്രമങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെ, ഏതൊക്കെ മെഡിസിൻ യൂസ് ചെയ്യണം അല്ലെ, ഒരു അവയർനെസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീച്ചിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ റിസർച്ചുകൾ അല്ലെ, ഇപ്പൊ ഒരു ഡയറ്റ്, അപ്പൊ പിന്നെന്താണ് റിസർച്ചുകൾ, ഗവേഷണങ്ങൾ. ഇപ്പൊ ഹോസ്പിറ്റൽ വാർഡിൽ തന്നെ കാണാം അല്ലെ, പുതിയ അസുഖങ്ങളായിട്ട് ചില പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ. കൊറോണ അല്ലെ, നിപ്പ വന്നപ്പോ അല്ലെ. അപ്പൊ റിസർച്ചുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് എന്താണ്? ഒരു വാർഡില് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? നഴ്സുമാരുടെ സേവനങ്ങളും പിന്നെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളും കിട്ടുന്നുണ്ടോ? മെഡിക്കൽ കെയർ ഓഫ് പേഷ്യൻസ് അല്ലെ, ആ കെയർ പരിചരണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്? കൂടാതെ എന്ത് ലഭിക്കുന്നുണ്ട്? പേഷ്യൻസിന് 24 hours അല്ലെ എക്യുപ്മെന്റുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നുണ്ട് അല്ലെ. മറ്റ് സ്റ്റോഴ്സുകളുടെ അവൈലബിലിറ്റി ഉണ്ടാവുന്നുണ്ടോ? ഇപ്പൊ സ്കാനിങ് ചെയ്യണം, എക്സ്റേ എടുക്കണം, ലാബ് ടെസ്റ്റുകൾ ചെയ്യണം. ആ സമയം തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാലോ? അപ്പൊ all other stores requirement for patients കെയറിന് ആവശ്യമായിട്ടുള്ള അതർ സ്റ്റോഴ്സുകളുടെ അവൈലബിലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ വാർഡിൽ അഡ്മിറ്റ് ആക്കുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ന്യൂസ് എടുത്തത് തന്നെയാണ്, ജസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡ് സ്പേസ്. വാർഡ് സ്പേസിലെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെ സ്ഥലങ്ങൾ നമ്മൾ വാർഡിൽ കണ്ടിട്ടുണ്ട്? ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടുണ്ടോ? അവിടെയൊക്കെ ഏതൊക്കെ സ്പേസ് ഉണ്ട്? ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസുകൾ ഉണ്ട്? പേഷ്യൻസിന് ഏരിയ ഉണ്ട് അല്ലെ, പേഷ്യൻസിന് സ്പേസ് ഉണ്ട്. നഴ്സുമാർക്ക് അല്ലെ, ഡ്യൂട്ടി ഡോക്ടേഴ്സ്, നഴ്സുമാർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട്. കൂടാതെ കോറിഡോർസ് ഉണ്ടാവും അല്ലെ, വരാന്തകൾ ഉണ്ടാവാറുണ്ടോ? അപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് വാർഡിലെ ഘടകങ്ങളില് 3 ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അല്ലെ, പേഷ്യൻസിന് ബെഡുകൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് ടേബിൾ ഇടാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് എന്താണ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡേ റൂമുകൾ. അങ്ങനെ എന്താണ്? പേഷ്യൻസിന്റെ സ്പേസ് ഉണ്ട്. നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ നഴ്സുമാർക്ക് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, മെഡിസിനുകള്, ഫയലുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പിന്നെ നഴ്സുമാരുടെ റൂമുകള് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നഴ്സിംഗ് റൂം, നഴ്സിംഗ് സ്പേസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോറിഡോർസ് അല്ലെ, വരാന്തകള്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയട്ടെ മിസ്. ടൈപ്സ് ഓഫ് വാർഡ്. എത്ര തരത്തിലുള്ള വാർഡുകൾ ഉണ്ട്? 2 തരത്തിലുള്ള വാർഡുകളാണ്, ജനറൽ വാർഡും സ്പെഷ്യലൈസ്ഡ് വാർഡും. ഈ സ്പെഷ്യലൈസ്ഡ് വാർഡിലാണ് നമ്മ പറയാറില്ലേ ഗൈനക്കോളജി വാർഡ് അല്ലെ, ഓർത്തോ വാർഡ്, ഓങ്കോളജി വാർഡ്, പീഡിയാട്രിക് വാർഡ് എന്നൊക്കെ പറയാറില്ലേ. അതൊക്കെ എന്തിൽ പെടുന്നതാ? സ്പെഷ്യലൈസ്ഡ് വാർഡിൽ പെടുന്നതാണ്. നമ്മ പറയുന്ന ഈ സെപ്പറേറ്റ് തിരിച്ചിട്ടുള്ള വാർഡുകള്. അതല്ല പൊതുവായിട്ടുള്ള വാർഡിനെ നമ്മൾ എന്ത് പറയും? ജനറൽ വാർഡ് അല്ലെ. പനി അങ്ങനെയുള്ള ജനറൽ അസുഖങ്ങൾക്ക് വേണ്ടി അഡ്മിറ്റ് ആക്കുന്ന ഏരിയ എന്താണ്? ജനറൽ വാർഡ്. അപ്പൊ 2 തരത്തിലുള്ള വാർഡാണുള്ളത്, ജനറൽ വാർഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്. ഓക്കെ ആയോ? നെക്സ്റ്റ്
സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ പറയാം. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞപ്പോ മിസ് തന്നെ പറഞ്ഞു. 3-5 മിസ് പറഞ്ഞു അല്ലെ? ഇനി നിങ്ങൾ ഒന്ന് പറഞ്ഞേ. ഓർത്തോ വാർഡ്, ഓങ്കോളജി വാർഡ്. ഓർത്തോ വാർഡിൽ ആരെയാണ് അഡ്മിറ്റ് ആക്കുന്നത്? എല്ല് രോഗസംബന്ധമായ അല്ലെ? ഒടിവ്, ചതവ്, എല്ലുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ. ഓക്കെ. ഗൈനക്കോളജി, പീഡിയാട്രിക് വാർഡ്, ഓങ്കോളജി വാർഡ് അല്ലെ? നെഫ്രോളജി, നെഫ്രോളജി, സർജിക്കൽ വാർഡ്, സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ? അവർക്ക് ഇൻഫെക്ഷൻ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്മിറ്റ് ആക്കുന്ന വാർഡ്. നോക്കാം. ഓക്കെ. സ്പെഷ്യലൈസ്ഡ് വാർഡ് എക്സാമ്പിൾ ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ് അല്ലെ? എന്താണ്? പ്രസവ സംബന്ധമായ അസുഖങ്ങളുള്ളവരെയോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിനെയൊക്കെ അഡ്മിറ്റ് ആക്കുന്ന വാർഡ് അല്ലെ? അല്ലെ? ഇപ്പൊ പ്രസവ സംബന്ധമായിട്ട് ചില ലേഡീസിനെ എന്തെങ്കിലും വോമിറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമല്ലോ. അപ്പൊ ഗ്യാസ്ട്രോ വാർഡ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ജനറൽ വാർഡ് എന്ന് പറഞ്ഞാല് നമ്മൾ ജനറൽ ആയിട്ടുള്ള അസുഖങ്ങള്, ഈ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അഡ്മിറ്റ് ആക്കില്ലേ? ഇതാണ് ജനറൽ വാർഡ്. ഇപ്പൊ നമ്മുടെ ചെറിയ ഹോസ്പിറ്റൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിൽ പറഞ്ഞു അല്ലെ? ലാർജ് സൈസ്ഡ് പറഞ്ഞു, സ്മോൾ സൈസ്ഡ് പറഞ്ഞു. ഈ സ്മോൾ സൈസ്ഡ് ഒക്കെ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഉണ്ടോ? അപ്പൊ എനിക്കൊക്കെ അഡ്മിറ്റ് ആക്കുന്നത് ജനറൽ വാർഡുകളിലാണ്. ജനറൽ വാർഡുകളില് ഉണ്ടോ? ഈ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആകെ ഒരൊറ്റ വാർഡ് ഉണ്ടാവുള്ളൂ അല്ലെ? അതിനെന്താ അവർ പറയുന്നത്? ജനറൽ വാർഡ് എന്നല്ലേ പറയാ? എല്ലാ പേഷ്യൻസിനെ അവിടെ തന്നെയായിരിക്കും അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ? പിന്നെ കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ആവും. അവിടെ എന്ത് ചെയ്യും? ഈ പനി അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള അസുഖങ്ങളായി വരുമ്പോ അവരെന്ത് ചെയ്യും? ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും. പിന്നെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾക്കായിട്ടാണ് പേഷ്യന്റ് വന്നിരിക്കുന്നതെങ്കിൽ അവരെങ്ങോട്ടാണ് അഡ്മിറ്റ് ആക്കുന്നത്? കാർഡിയോളജി വാർഡിലേക്ക് അല്ലെ? ഗൈനക്കോളജി എന്ന് പറഞ്ഞാല് പ്രസവ സംബന്ധമായ അല്ലെ? എന്താണ്? പ്രഗ്നൻസി ടൈംസിലോ ലേബർ റൂം വരില്ല. ലേബർ റൂം നമുക്ക് വാർഡാണ് പറയുന്നത്. വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്, ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഒരു റൂം. അപ്പൊ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കാം ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി വാർഡിൽ അല്ലേ? ആ കുഞ്ഞിനെ ലേഡിയെ അഡ്മിറ്റ് ആക്കാം. അതല്ലെങ്കിൽ പ്രസവ സമയത്ത് നമുക്ക് ആ പ്രഗ്നൻസി ടൈമില് ചില സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ. വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട് അല്ലെ? വയറുവേദന ഉണ്ടാവാറുണ്ട്, ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പ്രഷർ കൂടാറുണ്ട് അല്ലെ? അപ്പൊ ആ സമയത്തൊക്കെ പേഷ്യൻസിന് അഡ്മിറ്റ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, BP കൂടാറുണ്ട്, അപ്പോഴൊക്കെ ഷുഗർ കൂടാറുണ്ട്, അപ്പോഴൊക്കെ ആ പേഷ്യൻസിനെ അവിടെ അഡ്മിറ്റ് ആക്കില്ലേ? പ്രഗ്നന്റ് ലേഡീസിനെ അവിടെ അഡ്മിറ്റ് ആക്കില്ലേ? അപ്പൊ അവരെ താമസിപ്പിക്കുന്ന അക്കോമഡേറ്റ് ചെയ്യുന്ന വാർഡാണ് ഗൈനക്കോളജി ഓർ മെറ്റേണിറ്റി വാർഡ്. ലേബർ റൂം എന്ന് പറഞ്ഞാൽ എന്താ? ആരാ ചോദിച്ചേ? ലേബർ റൂം അതിൽ പെടുന്നു. വാർഡിൽ എങ്ങനെയാ പെടുന്നേ? ലേബർ റൂമിൽ എന്താണ്? ചൈൽഡ് ബർത്ത് നടക്കുന്ന ഏരിയ അല്ലേ? അപ്പൊ ലേബർ റൂം വാർഡിൽ പെടും. ഓക്കെ. നെക്സ്റ്റ് ഓങ്കോളജി വാർഡ്. ഓങ്കോളജി വാർഡിൽ ആരാണ് കിടക്കുന്നത്? ക്യാൻസർ പേഷ്യൻസിനെ അല്ലെ? ക്യാൻസർ പേഷ്യന്റ് എന്താണ്? അവർക്ക് ചിലപ്പോ സർജറി കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ട് അവരെന്താണ് മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ അഡ്മിറ്റ് ആക്കും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് ഓങ്കോളജി വാർഡ്. നെക്സ്റ്റ് നെഫ്രോളജി ഓർ ഡയാലിസിസ് അല്ലെ?
നെഫ്രോളജി എന്താണ്? വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവരെ അല്ലെ. നെഫ്രോളജി വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ളവരെയാണ് കേട്ടോ, മാറിപ്പോകരുത് കേട്ടോ. ന്യൂറോളജിയിലാണ് നെർവ് സിസ്റ്റമായി നെർവുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസുകൾ ഉള്ളവരെ അഡ്മിറ്റ് ആക്കുന്നത്. നെഫ്രോളജിയില് എന്താണ്? വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരെ, അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ മാസത്തില്, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഇല്ലേ, അവരൊക്കെ അഡ്മിറ്റ് ആക്കുന്നതാണ് നെഫ്രോളജി വാർഡ് ഓർ ഡയാലിസിസ് വാർഡ്. നെക്സ്റ്റ് കാർഡിയോളജി ആൻഡ് CTVS വാർഡ്. കാർഡിയോളജി എന്ന് പറഞ്ഞാല് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. CTVS എന്ന് പറഞ്ഞത് കാർഡിയോ തൊറാസിക്. എഴുതിയെടുത്തോട്ടാ, എക്സാമിന് വരുന്നതാണ്. CTVS കാർഡിയോ തൊറാസിസ് and vascular surgery. Cardiothoracic and vascular surgery. നമ്മുടെ ഹാർട്ടിന് സർജറി കഴിയില്ലേ, ചില പേഷ്യൻസിന് ഹാർട്ടിന് സർജറി ചെയ്യും. അതല്ലെങ്കിൽ ലങ്സിന്, അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയൊക്കെ ചെയ്യില്ലേ, ശ്വാസം മുട്ട് അല്ലെ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് അവര് വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയൊക്കെ ചെയ്യില്ലേ. അപ്പൊ അങ്ങനെ സർജറി റിലേറ്റഡ്, സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ കാർഡിയോളജി സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ വാൽവ് സംബന്ധമായിട്ടുള്ളതോ അല്ല, സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് CTVS വാർഡ്. ഓക്കെ ആയോ? ബൈപ്പാസ് സർജറി, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസ്. ഓക്കെ ആയോ? CTVS. CTVS എന്ന് പറഞ്ഞാല് കാർഡിയോ തൊറാസിസ് ആൻഡ് വാസ്കുലാർ സർജറി. എന്താണ്? നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യല്ലേ, ബൈപ്പാസ് സർജറി ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആൻജിയോപ്ലാസ്റ്റി ചെയ്യില്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്. അല്ലെങ്കിൽ എന്താണ്? നമുക്ക് വാൽവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വാൽവ് മാറ്റിവെക്കോ? ലങ്സിന് സർജറി ചെയ്യില്ലേ? ലങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ശ്വാസകോശം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സർജറി നടത്തില്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ, അങ്ങനെ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് CTVS വാർഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ന്യൂറോളജി വാർഡ്. ന്യൂറോളജി ഒന്നുകൂടെ പറയണം. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹാർട്ട് സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരെ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അഡ്മിറ്റ് ആക്കുന്നതാണ് കാർഡിയോളജി വാർഡ്. CTVS എന്ന് പറഞ്ഞാല് നമുക്ക് ഹാർട്ടിന് സർജറി ഒക്കെ കഴിയുമല്ലോ, ബ്ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യും, ആൻജിയോപ്ലാസ്റ്റി ചെയ്യും അല്ലേ. കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി. അതല്ലെങ്കിൽ ലങ്സിന് എന്തെങ്കിലും സർജറി കഴിയുക, അല്ലെങ്കിൽ ചെസ്റ്റിന് അല്ലെങ്കിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുക. അപ്പൊ ഈ പേഷ്യൻസിനെയൊക്കെ നമുക്ക് എല്ലാ പേഷ്യൻസിന്റെ ഇടയിൽ കൊണ്ടുപോയി കിടത്താൻ പറ്റോ? സർജറി നടന്ന പേഷ്യൻസിനെ മേജർ ആയിട്ടുള്ള സർജറികളാണ് അല്ലെ, വാൽവ് മാറ്റിവെക്കൽ സർജറി, ബൈപ്പാസ് സർജറി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വരും? പെട്ടെന്ന് ഇൻഫെക്ഷൻ ഏൽക്കില്ലേ? പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുമോ? അപ്പൊ ഇങ്ങനെ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് CTVS വാർഡ്. ഓക്കെ ആയോ? നെക്സ്റ്റ് ന്യൂറോളജി. നേരത്തെ പറഞ്ഞാലോ, നെർവ് സംബന്ധമായ അല്ലെ, നമ്മുടെ നെർവ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അല്ലെ, ചിലർക്ക് എന്താണ് കയ്യില് അല്ലെ ഈ വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കുമ്പോ നമ്മുടെ കയ്യിന് കുഴഞ്ഞു പോവാ അല്ലെ, കയ്യിന്ന് വീണ് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? കുഴച്ചില്, അല്ലെങ്കിൽ ഇങ്ങനെ തരിപ്പ്, കൈകൾക്ക് കാലുകൾക്കൊക്കെ ഭയങ്കര തരിപ്പ്, വിറയൽ അനുഭവപ്പെടും അല്ലെ. നമുക്ക് കട്ടികളൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതൊക്കെ എന്തിന്റെ ബുദ്ധിമുട്ടാണ്? നമ്മുടെ നെർവുകളില് കറക്റ്റ് രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ടോ എന്തെങ്കിലും ഡാമേജുകളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇങ്ങനെ വരുന്നത്.
അപ്പൊ നെർവ് സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന വാർഡാണ് എന്താ ന്യൂറോളജി വാർഡ്. വെരിക്കോസ് വെയിന് നമുക്ക് ഇങ്ങനെ ഷിവറിംഗ് ഒക്കെ വരുമോ, തരിപ്പ് വരുമോ, വേദനയായിരിക്കും അല്ലെ വെരിക്കോസ് വെയിന്? പെയിൻ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? നെർവ് കണ്ടക്ഷൻ സ്റ്റഡി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. നമ്മുടെ ഈ നെർവുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. മിസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞതാണ്, ഇപ്പൊ ഇതിൽ നിന്നൊന്നും പഠിക്കാനില്ല കേട്ടോ. ബ്ലോക്കുകൾ ഉണ്ടോ, ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് രീതിയിൽ ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ്. നെക്സ്റ്റ് ഒഫ്താൽമോളജി. എല്ലാവർക്കും അറിയാം ഒഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഐ സംബന്ധമായ അല്ലെ, എന്താണ് കണ്ണ് തിമിരൊക്കെ വന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ നടത്താം അല്ലെ. ഓപ്പറേഷൻ കഴിയുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്താണ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിയുക അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനെയൊക്കെ കിടത്തുന്നതാണ് ഒഫ്താൽമോളജി വാർഡ്. ഓക്കെ അല്ലേ? ഇനിയും പറയാലോ, നമുക്ക് ഒരുപാട് എക്സാമ്പിൾ പറയാലോ. പീഡിയാട്രിക് ഓങ്കോളജി വാർഡ് എന്ന് പറഞ്ഞാല് ക്യാൻസർ പേഷ്യൻസിനെ അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ അവർക്ക് സർജറി പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ അഡ്മിറ്റ് ആക്കില്ലേ, കീമോ കൊടുക്കുന്നതിന്. അതൊക്കെയാണ് ഓങ്കോളജി വാർഡിലെ പേഷ്യൻസ്. ക്യാൻസർ സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന ഏരിയ, അവർക്ക് മെഡിസിൻ കൊടുക്കുന്നതിന് വേണ്ടി, സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്, വാർഡിലെ മെയിൻ കമ്പോണൻസ്, മെയിൻ ഘടകങ്ങൾ ഏതെല്ലാമാണ് അല്ലെ? ക്ലിനിക്കൽ ഏരിയ അല്ലെ ഉണ്ടോ? ക്ലിനിക്കൽ ഏരിയ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? പേഷ്യൻസിന് ഏരിയ ഉണ്ട് അല്ലെ, പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനുള്ള ഏരിയ ഉണ്ട് അല്ലെ. പിന്നെന്താണ്? നഴ്സിംഗ് ഏരിയ ആൻഡ് നഴ്സിംഗ് കൗണ്ടർ. നഴ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നഴ്സുമാർക്ക് വേണ്ട എക്യുപ്മെന്റുകൾ വെക്കാം അല്ലെ. എന്താണ് ആരൊന്നും പറയാത്ത? എക്യുപ്മെന്റുകൾ വെക്കാം, മെഡിസിനുകൾ വെക്കാം അല്ലെ, പേഷ്യൻസിന്റെ ഫയല് സൂക്ഷിക്കാം അല്ലെ. ഓരോ പേഷ്യൻസിനും വേണ്ട പേഷ്യൻസിനെ ഫയല് സൂക്ഷിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയ ആണ് നഴ്സിംഗ് ഏരിയ. നഴ്സിംഗ് കൗണ്ടർ കണ്ടിട്ടുണ്ടോ? നഴ്സിംഗ് കൗണ്ടർ നഴ്സിംഗ് കൗണ്ടർ എന്താണ്? ഹോസ്പിറ്റലിലേക്ക് നമ്മ വാർഡിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെ, പുറത്തായിട്ട് നഴ്സുമാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി ഒരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവോ? കണ്ടിട്ടുണ്ടോ അതാ? അപ്പൊ അവിടെ അപ്പൊ നമുക്കിപ്പോ താഴത്തുനിന്ന് അല്ലെ, നമുക്ക് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് രജിസ്ട്രേഷന് വേണ്ടി അവര് ഫയല് കൊണ്ടുപോയി എവിടെയായിരിക്കും കൊടുക്കുന്നത്? നഴ്സിംഗ് കൗണ്ടറിലായിരിക്കും അല്ലെ കൊണ്ടു കൊടുക്കുന്നത്. അവിടെ നിന്നായിരിക്കും ഒരു നഴ്സ് ആ പേഷ്യൻസിനെ കൊണ്ടുപോയി വാർഡിലെ റൂം കാണിച്ചു കൊടുക്കുന്നത് അല്ലെ, വാർഡിൽ അവരെ കട്ടില് കാണിച്ചു കൊടുക്കുന്നതും. പിന്നെ നഴ്സിംഗ് ഏരിയയിലെ എന്താണ് നഴ്സിന് എന്ത് ചെയ്യും? ഫയല് കൈമാറി കൊടുക്കും അല്ലെ, ആണോ? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഫയല് നഴ്സിന് കൈമാറുന്നത്. ക്ലിയർ ആയോ? നഴ്സിംഗ് ഏരിയയും നഴ്സിംഗ് കൗണ്ടറും ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നത് ഓക്സിലറി ഏരിയ അല്ലെ. നമുക്ക് വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ്. നഴ്സ് റൂം ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ ആർക്കുണ്ടാവും? ഡോക്ടേഴ്സിന് റൂം ഉണ്ടാവുമല്ലോ. അവരുടെ എന്താണ് അവരുടെ ബാഗുകൾ അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഓക്സിലറി ഏരിയാസില്.
നഴ്സിന്റെ അവിടെ എന്താണ് നമുക്ക് കൂടുതലായിട്ടുള്ള ഈ നഴ്സിംഗ് ഏരിയയിൽ വെക്കാൻ പറ്റാത്ത മെഡിസിനുകൾ അല്ലെ, അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നഴ്സിംഗ് റൂമിൽ. ഓക്കെ ആയോ? നെക്സ്റ്റ് ആൻസിലറീസ് ഏരിയ. ആൻസിലറി ഏരിയ എന്ന് പറഞ്ഞാൽ വാർഡിന് അനുബന്ധമായിട്ടുള്ള അതിനോട് അടുത്ത് കിടക്കുന്ന മറ്റു ഏരിയാസ് ഏതൊക്കെയാണ്? പാൻട്രി. പാൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഹോസ്പിറ്റലില് ആ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ ആ വാർഡിൽ വെച്ച് തന്നെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. വാർഡിലെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള അവർക്ക് ചിലപ്പോൾ ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും, ഡയറ്റ് ഉണ്ടാവാം അല്ലെ, ഭക്ഷണക്രമങ്ങൾ ഉണ്ടാവാലോ. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ള എന്ത് വേണം? പാത്രങ്ങൾ സൂക്ഷിക്കണല്ലേ, പാത്രങ്ങൾ സൂക്ഷിക്കണം. പിന്നെ എന്താണ്? റോ മെറ്റീരിയൽസ് അല്ലെ, ഫുഡിന്റെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സൂക്ഷിക്കണോ? അപ്പൊ അതാണ് പാൻട്രി. കലവറ എന്നൊക്കെ പറയും മലയാളം, സ്റ്റോറേജ് ചെയ്യുന്നതിന് കലവറ എന്ന് പറയും. അതല്ലാണ്ട് തന്നെ എന്ത് ചെയ്യും? റൂമില് ഈ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ, നഴ്സുമാര് ഫുഡുകൾ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ കഴുകി സൂക്ഷിക്കണ്ടേ? അവരെടുത്ത് വെക്കണം അല്ലെ, ഒരു പ്രത്യേക ഏരിയയിലായിരിക്കില്ല അവരെടുത്ത് വെക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് പാൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊണ്ടുവരുന്ന പാത്രങ്ങള് അല്ലെങ്കിൽ ഫുഡിന്റെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫുഡ് ഒക്കെ സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയാസ്. നെക്സ്റ്റ് ഡേ റൂം. ഡേ റൂം കണ്ടിട്ടുണ്ടോ വാർഡില്? ഡേ റൂം കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവും വാർഡില് ഡേ റൂം. കണ്ടിട്ടില്ല? ഡേ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പേഷ്യൻസ് കണ്ടിട്ടില്ല. ഓക്കെ, പേഷ്യൻസിന് മെന്റലി ഫിസിക്കലി റിലാക്സ് ചെയ്യുന്നതിന് ആവശ്യം കൊടുക്കുന്ന ഒരു ഏരിയാസ്. ചിലപ്പോ അവിടെ ന്യൂസ് പേപ്പേഴ്സ് വിശ്രമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ അവിടെ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടാവും, റീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള മാഗസീൻസ് ഉണ്ടാവും, TV ഉണ്ടാവും. അപ്പൊ ഒരു മെന്റൽ ആൻഡ് ഫിസിക്കൽ റിലാക്സേഷൻ കൊടുക്കുന്നതിനുള്ള ഒരു റൂമാണ് ഡേ റൂം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? വാർഡില് നമുക്കറിയാം അല്ലെ, ഒരുപാട് പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും അല്ലെ, ഉണ്ടാവോ? അപ്പൊ അവരൊക്കെ കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയാലോ, കമ്മ്യൂണിക്കേഷൻ നടത്തും അല്ലെ, ഓരോരുത്തരുടെ വീട്ടിലെ വിശേഷങ്ങള്, നാട്ടില് അവർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് ഡേ റൂം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ട്രോളി ബേ. ട്രോളി ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റൽ ഈ വാർഡിലേക്ക് പേഷ്യൻസിന് അല്ലെ കൊണ്ട് വീൽ ചെയർ ആവശ്യമായിട്ടുണ്ടാവും, സ്ട്രക്ചർ ആവശ്യമായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ വീൽ ചെയേഴ്സ് സ്ട്രക്ചേഴ്സ് ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ഏരിയയാണ് ട്രോളി ബേ. നെക്സ്റ്റ് സാനിറ്ററി ഏരിയ അല്ലെ. സാനിറ്ററി ഏരിയ നിങ്ങൾക്ക് അറിയാലോ, ടോയ്ലറ്റ്സ് അല്ലെ, ബാത്റൂം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഡർട്ടി യൂട്ടിലിറ്റി അല്ലെ, നമ്മ എന്താണ് യൂസ്ഡ് ചെയ്തിട്ടുള്ള ആ വാർഡിൽ യൂസ്ഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ സപ്ലൈസിന്റെ അല്ലെ, മെഡിക്കൽ സപ്ലൈ നമുക്ക് മെഡിസിനുകൾ തരുമ്പോ അതിന്റെ സ്ട്രിപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ കഴിച്ചതിന് ശേഷം, IV സെറ്റുകള്, പിന്നെന്താണ് മെഡിസിന്റെ സ്ട്രിപ്പുകൾ അല്ലെ, പിന്നെന്താണ് ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെ, എന്താണ് നമ്മുടെ ബോട്ടിലുകള്, കോട്ടൺസ് അല്ലെ, കോട്ടൺസ്, ഫുഡ് വേസ്റ്റുകള് അല്ലെ, ഫുഡ് വേസ്റ്റുകള്, പേപ്പർ വേസ്റ്റുകള്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അല്ലെ, വേസ്റ്റിൽ സൂക്ഷിക്കുന്നതിനുള്ള ഏരിയ ആണ് ഡർട്ടി യൂട്ടിലിറ്റി ഏരിയ. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങള് സൂക്ഷിക്കുന്നതിനുള്ള ഏരിയ. ക്ലിയർ ആയോ? മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. നെക്സ്റ്റ് എടുക്കാലോ, ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്.
ഒരു ഗുഡ് വാർഡിനെ വേണ്ട വാർഡ് മാനേജ്മെന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അല്ലെ ഉൾപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്, ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഒരു വാർഡിലെ പ്രവർത്തനം നല്ല രീതിയിലാണ്, ബെറ്റർ ആയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം വാർഡില്? ഏതൊക്കെ രീതിയിലായിരിക്കണം അവിടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ പെർഫോമൻസ് പറഞ്ഞേ? സ്റ്റാഫുകൾക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം, സ്റ്റാഫുകൾക്ക് തോന്നുമ്പോ പോകാന്നുള്ള മൈൻഡ് ആയിരിക്കണോ? അവർക്ക് ഇഷ്ടമുള്ളപ്പോ വന്ന് ഡ്യൂട്ടിക്ക് കയറാ, ഗുഡ് ബിഹേവിയർ ആയിരിക്കണം, ടൈം വേണം, പേഷ്യൻസിനെ നല്ല രീതിയിൽ കെയർ ചെയ്യണം അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ നോക്കാം നമുക്ക് മെഡിസിൻ കറക്റ്റ് രീതിയിൽ പേഷ്യൻസിന് കൊടുക്കണം അല്ലെ? കറക്റ്റ് ടൈമില് കറക്റ്റ് ഡോസില് അല്ലെ? കറക്റ്റ് പേഷ്യൻസിന് കൊടുക്കണം അല്ലെ? റൈറ്റ് പേഷ്യന്റിന് കൊടുക്കണം അല്ലെ? റെക്കോർഡുകൾ സൂക്ഷിക്കണം പേഷ്യൻസിനെ കുറിച്ചുള്ള. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് വരുന്നത് ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് അല്ലെ? എന്താണ്? നമ്മുടെ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇന്ന സമയത്ത് സ്റ്റാഫുകളെ ഡ്യൂട്ടിയിൽ കയറണം അല്ലെ? ഡോക്ടേഴ്സിന്റെ വർക്കിംഗ് അവേഴ്സ് ഇത്ര മണി, ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടി ടൈം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട് അല്ലെ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ എന്താണ്? വാർഡിലെ പോളിസികളും പ്രോട്ടോകോളുകളും നിയന്ത്രണങ്ങളും നിയമങ്ങളും എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നോളജ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ടു ബി പെർഫോംഡ് ഇൻ ദ വാർഡ്. എന്ത് ചെയ്യണം? വാർഡിൽ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം, ഓരോ വാർഡിലും ഓരോ ദിവസവും ഓരോരുത്തരായിരിക്കും അല്ലെ ഡ്യൂട്ടിയിൽ വരുന്നത് അല്ലെ? ചില പർട്ടിക്കുലർ സ്റ്റാഫുകൾ മാത്രമല്ല അവിടെ നിയമിക്കുന്നത്, നഴ്സുമാര് ആണോ? അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് ആ വാർഡില് പെർഫോം ചെയ്യേണ്ട, അവിടത്തെ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണോ? ഒരു വാർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ? രാവിലെയും വൈകിട്ടും BP ചെക്ക് ചെയ്യണം. എന്താണ്? പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കറക്റ്റ് രീതിയിൽ നോക്കണം അല്ലെ? അവർക്ക് എന്താണ് ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യിക്കണം അല്ലെ? ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് പേഷ്യൻസിന് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൊടുക്കണം അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ വാർഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താണ്? വാർഡിൽ നിർവഹിക്കേണ്ട ചുമതലയെ കുറിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നത് എ പ്ലാനഡ് പ്രോഗ്രാം ഫോർ ഈച്ച് ഡേ വർക്ക്. എന്താണ്? ഓരോ ദിവസവും നടത്തേണ്ട പ്രവർത്തന വർക്കുകളെ കുറിച്ച് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? ഒരു ദിവസം ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് 7:30 വന്നിട്ട് അവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? വാർഡിലെ പ്രവർത്തനങ്ങള് അവബോധം വേണം. ചെയ്യാൻ പറ്റുമോ? വരുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയില്ല അല്ലെ? എന്ത് വേണം? ഒരു ദിവസം വാർഡിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് അവർക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലെ? ഡ്യൂട്ടിയിലുള്ളവർക്ക്. നെക്സ്റ്റ് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം അല്ലെ? എന്ത് ചെയ്യാ? ആ കറക്റ്റ് ടൈമില് ദിവസം ആരംഭിക്കുക, വാർഡിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക അല്ലെ? ആണോ? കറക്റ്റ് സമയത്ത്. ഇപ്പൊ വാർഡിലൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളൊരു 6 മണി അല്ലെ ആവുമ്പോഴേക്കിന് നഴ്സുമാര് വന്ന് വിളിക്കോ? ഇല്ലേ? മരുന്നുകൾ തരുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? BP ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ വരും അല്ലെ? 6 മണി ആവുമ്പോഴേക്കിന് അവരവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ആണോ? ഇഞ്ചക്ഷൻ എടുക്കാൻ വരും.
ഫാസ്റ്റിങ്ങിനും മെഡിസിൻ തരാൻ വരും അല്ലെ, BP ചെക്ക് ചെയ്യാൻ വരും, നമുക്കുള്ള മെഡിസിൻ തരും, എന്നിട്ട് അറിയും ഭക്ഷണം കഴിച്ചിട്ട് മെഡിസിൻ കഴിക്കണം എന്ന് പറയില്ലേ. പിന്നെ സമയത്ത് ട്രിപ്പ് ഇടണമെങ്കിൽ ട്രിപ്പ് ഇടാനായിട്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ടൈമിൽ ആ ബിഗിനിങ് ഓഫ് ദ ഡേ, ഇപ്പോഴാണോ തുടങ്ങേണ്ടത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക, വാർഡിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഓക്കെ അല്ലേ? പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. എന്താണ് വാർഡ് ദിനചര്യ അല്ലെ, വാർഡിലെ റുട്ടീൻ പ്രവർത്തനങ്ങൾ സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക, അതൊക്കെ തടയുക. ഇപ്പൊ ചിലപ്പോ എന്താണ് വാർഡില് ഇപ്പൊ ഡ്യൂട്ടിക്ക് ഇട്ടേക്കുന്ന സിസ്റ്റർമാരുണ്ടാവുമല്ലോ, സിസ്റ്റർമാര് 3-4 പേരൊക്കെ ദിവസം ഡ്യൂട്ടിയിൽ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിൽ ഒരാള് ലീവ് എടുത്തു കഴിഞ്ഞാല് ചിലപ്പോ എന്ത് വരും, അവിടെ തിരക്ക് വരാം അല്ലെ. ആണോ? ഒരാളെ ലീവ് എടുത്തു കഴിഞ്ഞാല് ചിലപ്പോ അവിടെ തിരക്ക് വരാം അല്ലെ. വാർഡിലെ പ്രവർത്തനങ്ങളെ കറക്റ്റ് രീതിയിൽ അവർക്ക് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ അവർ എന്ത് ചെയ്യും, വേറൊരു സ്റ്റാഫിനെ അപ്പൊ ആ സമയത്തേക്ക് അവിടുന്ന് നിയമിക്കണോ, പകരം ഒരാളെ നിർത്തണല്ലേ. അപ്പൊ എന്താണ് വാർഡിലെ ദിനചര്യ സ്ഥാപിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. എന്താണ് വാർഡ് പോളിസി, വാർഡിലെ നയം സ്ഥാപിക്കുന്നതിന് ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്, അതായത് ഒരു ജനാധിപത്യ രീതി ഉപയോഗിക്കുക. ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ എന്താ? ഡെമോക്രാറ്റിക് വേ, എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ. ആണോ? പേഷ്യൻസിനെ, നഴ്സുമാരെ അല്ലെ, വാർഡ് ക്ലീനിങ്ങിന് വരുന്ന സ്റ്റാഫുകൾ അല്ലെ, നമുക്കറിയാം എല്ലാവർക്കും അവരവരുടെ പോലത്തെ ഒരു ഇതുണ്ട് അല്ലെ. ഇമ്പോർട്ടൻസ് ഉണ്ടോ ക്ലീനിങ് സ്റ്റാഫുകൾക്ക്? ഉണ്ടോ? വാർഡിൽ അവര് വന്ന് കറക്റ്റ് രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ക്ലീനിങ് സ്റ്റാഫുകൾ വന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരില്ലേ? ഇൻഫെക്ഷൻസ് വരുമോ? വേസ്റ്റുകളൊക്കെ കിടന്ന് ഇൻഫെക്ഷൻസ് വരും. അപ്പൊ എന്താ വാർഡ് പോളിസി സ്ഥാപിക്കുന്നതില് ഒരു ജനാധിപത്യ രീതി കൊണ്ടുവരിക, ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. ചിലപ്പോ നിങ്ങൾക്ക് ചോദിക്കാം, ഏതൊക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്, അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ 3 ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ഇത് വാർഡിലെ ഗുഡ് വാർഡ് മാനേജ്മെന്റിന് വേണ്ട കാര്യങ്ങളാണെന്ന് അറിയാലോ. അപ്പൊ മിസ് ഒരു എക്സ്പ്ലെയിൻ തരുമ്പോ നിങ്ങൾക്ക് അറിയാലോ, വായിക്കുമ്പോ തന്നെ അറിയാലേ. ആ പോയിന്റ് അറിയാൻ പറ്റുമോ? അപ്പൊ പിന്നെന്താ പ്രശ്നം? ഒന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ്, അത് ക്ലിയർ ആയില്ലേ? വാർഡ് പോളിസി അത് ക്ലിയർ ആയോ? യൂസ് ഓഫ് ഡെമോക്രാറ്റിക് വേ. നെക്സ്റ്റ് പറയുന്നത് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. എന്താണ്? പുതിയ സ്റ്റാഫ് മെമ്പേഴ്സ് വരുമ്പോൾ പരിഷ്കരണം, ഓറിയന്റേഷൻ, പരിഷ്കരണം നടത്തുക. എന്താണ്? പുതിയ സ്റ്റാഫുകൾ വരുമ്പോൾ പരിഷ്കരണം നടത്തുക. ഡ്യൂട്ടി ടൈമില് പരിഷ്കരണങ്ങൾ നടത്തേണ്ടി വരും അല്ലെ. പുതിയ ആള് വരുമ്പോ ഡ്യൂട്ടി അവേഴ്സില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ. പിന്നെന്താണ്? വർക്കുകളിൽ പരിഷ്കരണങ്ങൾ നടത്തേണ്ടി വരുമല്ലോ. ഓരോരുത്തർക്കും അസൈൻ ചെയ്ത് കൊടുക്കുന്ന വർക്കുകളിൽ പരിഷ്കരണങ്ങൾ ടൈം ചേഞ്ച് ചെയ്യണം. വർക്കുകളിൽ ചേഞ്ചിങ് നടത്തണ്ടേ? ഓരോരുത്തർക്കും കൊടുക്കുന്ന ഡ്യൂട്ടീസില്. അതൊക്കെയാണ് ഓറിയന്റേഷൻ ഓഫ് ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് ഓഫ് ന്യൂ സ്റ്റാഫ്, മെയിൻ്റെനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. ഒരു വാർഡില് നല്ല രീതിയിലുള്ള അല്ലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാം വേണ്ടേ? അവിടെ കിടക്കുന്ന പേഷ്യൻസ് എങ്ങനെയുള്ളവരായിരിക്കും? അസുഖങ്ങളുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ ഒരുപാട് സൗണ്ട് കേൾക്കാം, നോയ്സ്
വോയിസ് കേൾക്കുന്നതൊക്കെ അവർക്ക് നല്ലതായിരിക്കോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? രോഗികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് അല്ലേ, ഒരു എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് ഫോർ എഫിഷ്യന്റ് വർക്ക് അല്ലെ. എന്താണ്? വാർഡിലെ കാര്യക്ഷമമായിട്ടുള്ള വർക്കിന് വേണ്ടി, ജോലിക്ക് വേണ്ടി എന്തൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസ്, റിസോഴ്സുകൾ സപ്ലൈ ചെയ്ത് കൊടുക്കുക, എക്യുപ്മെന്റുകൾ എത്തിച്ചു കൊടുക്കുക അല്ലെ. നമുക്കറിയാം ഒരുപാട് പേഷ്യൻസ് കിടക്കുന്ന ഏരിയ ആണ് അല്ലെ. അപ്പൊ അവർക്ക് മെഡിസിൻ വേണ്ടി വരും, ട്രിപ്പുകൾ വേണ്ടി വരും അല്ലെ, ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരില്ലേ? ഇഞ്ചക്ഷൻസ് അല്ലെ, സിറിഞ്ചുകൾ അല്ലെ, എക്യുപ്മെന്റുകൾ അല്ലെ, BPF apparatus, നെബുലൈസേഴ്സ് അല്ലെ, എക്സ്റേ, പോർട്ടബിൾ എക്സ്റേ മെഷീൻസ് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ECG മെഷീൻസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള വാർഡിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും റിസോഴ്സുകളും വിഭവങ്ങളും എത്തിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡർ. എന്താണ് ക്ലിയർ കട്ട്? ഡോക്ടേഴ്സിന്റെ നഴ്സുമാരുടെ ഓർഡറിനെ കുറിച്ച് അല്ലെ, അവര് എന്താണ് ഉത്തരവുകളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്ന മെഡിസിനുകളൊക്കെ കഴിക്കണം അല്ലെ, ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം അല്ലെ, ഇന്ന പ്രൊസീജിയർ ചെയ്യണം അല്ലെ, കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെ ക്ലിയർ കട്ട് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓർഡേഴ്സ്, നഴ്സുമാരുടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഉത്തരവുകളെ, ഓർഡറിനെ കുറിച്ച് അല്ലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്. എന്താണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെ കൃത്യമായ റെക്കോർഡ് കീപ്പ് ചെയ്യാം. അതെങ്ങനെയായിരിക്കണം? ഫുൾ ടെസ്റ്റുകൾ അല്ലെ, പേഷ്യൻസിന് നടത്തിയുള്ള എല്ലാ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അപ്പൊ ഫുൾ റിപ്പോർട്ട്സ് അടങ്ങുന്ന അല്ലെ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ റിപ്പോർട്ടുകളുടെയും റിസൾട്ടുകൾ അടങ്ങുന്ന കൃത്യമായിട്ടുള്ള റെക്കോർഡ് സൂക്ഷിക്കുക. നെക്സ്റ്റ്, മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ഉയർന്ന മനോവീര്യം, മോറൽ കീപ്പ് ചെയ്യാൻ, മെയിൻ്റെനൻസ് ചെയ്യാൻ. എന്തുകൊണ്ടായിരിക്കും പറയുന്നത് അങ്ങനെ? സ്റ്റാഫുകൾക്ക് ഒരു മനോവീര്യം ഉണ്ടാവണമെന്ന് വാർഡില് എന്തുകൊണ്ടായിരിക്കും അറിയാമോ? പേഷ്യൻസിന് ഏത് സമയത്ത് പേഷ്യൻസിന് ഏത് സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായിട്ട് വരാന്ന് അറിയാൻ പറ്റോ? ഇല്ല അല്ലെ. ഏത് സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ പേഷ്യൻസിന് ഒരു എമർജൻസി മനോധൈര്യം. ഓക്കെ, മനോവീര്യം മനോധൈര്യം തന്നെയാണ്. ഏത് സമയത്താണ് അല്ലെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരാം അല്ലെ. അപ്പൊ എന്ത് വേണം? നഴ്സുമാര് പതറാൻ പാടുണ്ടോ? ചിലപ്പോ എന്താണ് ആ സമയത്ത് ആ പെർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോ നമുക്ക് ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമായിട്ട് വരില്ല അല്ലെ. ചിലപ്പോ പെട്ടെന്ന് CPR കൊടുക്കേണ്ടി വരും അല്ലെ, പെട്ടെന്ന് CPR കൊടുക്കേണ്ടി വരും. അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റെസിസ്റ്റേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ആരായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്? നഴ്സാണോ കൊടുക്കേണ്ടത്? വാർഡിൽ അപ്പ ഡ്യൂട്ടിയിലുള്ള നഴ്സ് ആയിരിക്കണം അല്ലെ. അപ്പൊ അവർക്ക് അതിനുള്ള മനോവീര്യം വേണ്ടേ? അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കൂടാതെ നമുക്കറിയാം വാർഡുകളില് പല പേഷ്യൻസും അല്ലെ, പലതരത്തിലുള്ള പേഷ്യൻസും അവരുടെ പല തരത്തിലുള്ള ബൈസ്റ്റാൻഡേഴ്സും നിൽക്കുന്ന ഒരു ഏരിയ ആണ് അല്ലെ. ചിലപ്പോ അവർക്കിടയിൽ തന്നെ തർക്കങ്ങൾ വരാലോ, അവർക്കിടയിൽ തന്നെ അല്ലെ. അപ്പൊ അതൊക്കെ ആരാണ് തരണം ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാ? അവിടെ അപ്പ ഡ്യൂട്ടിയിലുള്ള നഴ്സുമാര് അല്ലെങ്കിൽ സ്റ്റാഫുകളായിരിക്കണം അല്ലെ, സെക്യൂരിറ്റി സ്റ്റാഫുകൾ അല്ലെങ്കിൽ സ്റ്റാഫുകളായിരിക്കണം അല്ലെ, ഡോക്ടേഴ്സ് ആവാം. അപ്പൊ അതിനുള്ള ഒരു മനോവീര്യം വേണ്ടി അവർക്ക്
എന്ത് വന്നാലും നേരിടാൻ തയ്യാറാവണം അല്ലേ? അല്ലേ? കൈകാര്യം ചെയ്യാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാവണം അല്ലേ? അപ്പൊ അതാണ് പറയുന്നത്. എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് ഹൈ മോറൽ എമംഗ് ഓൾ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ സ്റ്റാഫ് നഴ്സുമാർക്ക് മാത്രമല്ല, എല്ലാ സ്റ്റാഫ് ഡോക്ടേഴ്സിനാവാം. നമുക്കറിയാം വാർഡിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ഒക്കെ നിൽക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ? അവിടെയൊക്കെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കയറ്റി വിടുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫിനാകാം എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു മനോവീര്യം മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ആക്യുറേറ്റ് റെക്കോർഡ്സ്, ഫുൾ റിപ്പോർട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നെക്സ്റ്റ് മിസ് പറഞ്ഞത് തന്നെയാണ്, മാറിപ്പോയി, ഒന്നുകൂടി അത് തന്നെയാ വായിച്ചേ. നെക്സ്റ്റ് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ വാർഡ് ആൻഡ് വിത്ത് അതർ അസോസിയേറ്റ്സ്. എന്ത് ചെയ്യുക? വാർഡിനുള്ളിലെ സഹപ്രവർത്തകരുമായിട്ടും മറ്റ് വിത്ത് അതർ അസോസിയേറ്റ്സും മറ്റ് അസോസിയേറ്റ്സുമായിട്ട് നല്ലൊരു പ്രവർത്തന ബന്ധം ഉണ്ടായിരിക്കണം അല്ലെ? നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണ്ടേ? വാർഡിലെ നിൽക്കുന്ന സിസ്റ്റർമാരും തമ്മിൽ തന്നെ ഒരു ഈഗോ ഉണ്ടായിക്കഴിഞ്ഞാല് അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് രീതിയിൽ നടക്കോ? അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യില്ലേ? ഇല്ല. അപ്പൊ അവര് തമ്മിലും. കൂടാതെ നമുക്കറിയാം വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന് പല ടെസ്റ്റുകളും പല പ്രൊസീജിയേഴ്സും ഒക്കെ ചെയ്യേണ്ടി വരും അല്ലെ? മറ്റു പേഷ്യന്റ് സ്റ്റാഫുകളുമായിട്ട്, ലാബിലെ സ്റ്റാഫുകളുമായിട്ട്, സ്കാനിങ് സെക്ഷനിലെ സ്റ്റാഫുകളുമായിട്ട് അല്ലെ? ആണോ? അപ്പൊ എന്താണ്? ഈ വാർഡിലെ സ്റ്റാഫുകളും മറ്റ് സ്റ്റാഫുകളും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കണോ? ഗുഡ് വർക്കിംഗ് റിലേഷൻ ആയിരിക്കണോ? ക്ലിയർ ആയോ? വാർഡിനുള്ളിലെ സ്റ്റാഫുകൾ തമ്മിലും മറ്റ് അസോസിയേറ്റ് സ്റ്റാഫുകളിലെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളുമായിട്ടും നല്ല പ്രവർത്തന ബന്ധം സ്ഥാപിക്കുക. ക്ലിയർ ആയോ? അതല്ലെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ വാർഡിൽ നിന്ന് വിളിച്ചു പറയാണ് ഒരു പേഷ്യന്റിന്റെ എന്താണ് ബ്ലഡ് ടെസ്റ്റിന് എടുക്കാനുണ്ട്, വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവര് തമ്മിൽ നല്ലൊരു റിലേഷൻ അല്ലെങ്കിൽ ലാബിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ വരുമോ? ടെസ്റ്റിന്റെ സാമ്പിൾ എടുക്കാൻ വരുമോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? മറ്റ് അസോസിയേറ്റ്സ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകളുമായിട്ട് ഒരു നല്ല പ്രവർത്തന ബന്ധം നിലനിർത്തുക. നെക്സ്റ്റ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, പ്രതിനിധി ഉത്തരവാദിത്വം എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ വാർഡുകളിലാണെങ്കിൽ നമുക്കറിയാം ഡോക്ടർ ഉണ്ട് അല്ലെ? ഓരോ വർക്കുകളും അസൈൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഓർഡർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും തുല്യത. അതല്ലാണ്ട് എന്താണ്? ഓരോരുത്തർക്കുള്ള ഉത്തരവാദിത്തങ്ങള്. ഇപ്പൊ നമുക്കറിയാം വാർഡിലാണെങ്കിൽ എന്തുണ്ടാവും? ഹെഡ് ഉണ്ടാവോ? നഴ്സുമാരിൽ തന്നെ ഹെഡ് ഉണ്ടാവും, പ്രതിനിധി ഉണ്ടാവും അല്ലെ? ഹെഡ് ഉണ്ടാവും. അവരല്ലേ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? മറ്റ് സ്റ്റാഫുകൾക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ? അപ്പൊ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതിനിധി ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇപ്പൊ നമുക്ക് കറക്റ്റ് രീതിയിൽ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് തന്നില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുമോ? അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അവരെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, നീ ചെയ്യ്, ഞാൻ ചെയ്യാം, വേണ്ട നീ ചെയ്യില്ലേ? അവര് തമ്മിൽ തന്നെ ഒരു ഇതുപോലെ വരും. അപ്പൊ ഒരു പ്രതിനിധി, അതിനുവേണ്ടി ഒരു ഹെഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് തന്നെ ഒരു ഭയം ഉണ്ടാവും അല്ലെ? നമ്മളവര് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളവര് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഡെലിഗേഷൻ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? നന്ദന മൂവി കണ്ടിട്ടുണ്ടോ? നന്ദന മൂവി അതിൽ കാണിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓർമ്മ വന്നോ? മിസ് പറഞ്ഞത് എന്താണെന്ന് ക്ലിയർ ആയോ? ചൂടുവെള്ളം തിളപ്പിക്കാൻ പോകുന്നതൊക്കെ അല്ലെ? ക്ലിയർ ആയോ? ഇപ്പൊ മിസ് പറയണ്ടല്ലോ. നെക്സ്റ്റ്, വെൽ
പ്ലാനഡ് അസൈൻമെന്റ് എന്താണ്? ഓരോരുത്തർക്കും കൊടുക്കുന്ന അസൈൻമെന്റ് അല്ലെ, വർക്കുകൾ എങ്ങനെയായിരിക്കണം? വെൽ പ്ലാൻ ചെയ്തതായിരിക്കണം അല്ലെ, നല്ല രീതിയിൽ ആസൂത്രണം ചെയ്തതായിരിക്കണം അല്ലെ. അവർക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ? അവർക്കൊണ്ട് അതിന് പറ്റില്ല, അവരതിന് കേപ്പബിലിറ്റി ഇല്ല. അതത് ഏൽപ്പിക്കാൻ പറ്റുമോ അവരെ? ചിലപ്പോ എന്താണ്, ചില സ്റ്റാഫുകൾ അധികം എക്സ്പീരിയൻസ്ഡ് ആവാത്തതായിരിക്കും അല്ലെ, ന്യൂ ജോയിനീസ് ആവും അല്ലെ, പഠിച്ചു കഴിഞ്ഞ് വന്ന ആളുകളായിരിക്കും. അപ്പൊ അവരെ ഏൽപ്പിക്കാൻ പറ്റുമോ ഒരുപാട് ഡ്യൂട്ടീസ്? ട്രെയിനിങ്ങിന് വന്നതായിരിക്കും, ഏൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, ഓരോ അസൈൻമെന്റുകളും നമ്മ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. ഓരോ പേഴ്സൺസിനും എങ്ങനെയാണ് ക്രമീകരിച്ച സമയം വേണം അല്ലെ. നമുക്കറിയാം, നമുക്ക് ഡോക്ടേഴ്സിന് ഡ്യൂട്ടിക്ക് റൗണ്ട്സിന് വരാൻ ടൈം ഉണ്ട് അല്ലെ. ഹോസ്പിറ്റൽ വാർഡില് നമ്മളടുത്ത നഴ്സ് പറയാറുണ്ടോ, ഇന്ന ടൈമിലാണ് ഡോക്ടേഴ്സ് വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ. അതേപോലെ എന്താണ്, ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ, മോർണിംഗ് ഈവനിങ് അല്ലെ. ഡ്യൂട്ടി ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടോ? പിന്നെ വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ടോ? വിസിറ്റിംഗ് അവേഴ്സ് ഉണ്ടോ? അപ്പൊ എന്താണ്, അങ്ങനെ വെൽ അറേഞ്ച്ഡ് ടൈം ഫോർ പേഴ്സണൽ. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല ഒരു വാർഡ് മാനേജ്മെന്റിന് ഉൾപ്പെടേണ്ട ഘടകങ്ങളാണ്. നെക്സ്റ്റ്, ഗുഡ് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ. വാർഡിലെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ടീച്ചിങ്ങും സൂപ്പർവിഷനും വേണം അല്ലെ. ഹെഡുകള് എന്താണ്, നഴ്സുമാരെ ഹെഡ് അല്ലെങ്കിൽ മാട്രോണ്, സൂപ്രണ്ട് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ സൂപ്പർവിഷനും ടീച്ചിങ്ങും കൊടുക്കുക. സ്റ്റാഫുകൾക്ക് വേണ്ട ടീച്ചിങ്ങും കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. ഇത് ഫാക്ടേഴ്സ് മാത്രം വായിച്ചാൽ മതി കേട്ടോ. ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ് മാത്രം. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചേ. ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാല് ജസ്റ്റ് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് വാർഡ് മാനേജ്മെന്റ്. ക്വസ്റ്റ്യൻ വരാം കേട്ടോ. 3. A planned program for each days of work. എന്ത് ചെയ്യുക, ഓരോ ദിവസം ചെയ്യേണ്ട വർക്കുകളെ കുറിച്ച് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക അല്ലെ. എത്ര സമയത്ത് കറക്റ്റ് തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, വേണ്ടേ? നമുക്കാണെങ്കിലും വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിനെ തലേന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഹൗസ് വൈഫുകളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, നമ്മ തലേന്ന് തന്നെ പ്രിപ്പയർ ചെയ്തേക്കും, നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് ഉണ്ടാക്കാം അല്ലേ, ആണോ? അല്ലേ? അപ്പൊ അതേപോലെ എന്താ, ഓരോ ദിവസത്തെയും ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവരെന്താ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 6th പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്താണ്, വാർഡിലെ നയങ്ങളും പ്രോട്ടോകോൾസുകളും നിയന്ത്രണങ്ങളും ഫോളോ ചെയ്യുക. നമുക്ക് വാർഡിൽ നമുക്കറിയാം എത്ര സ്റ്റാഫുകള് വർക്കിങ്ങിന് വേണം, ഓരോ ദിവസവും വർക്കിങ്ങിന് വേണം, അവരെ എന്താണ് ഡ്യൂട്ടി അവേഴ്സ് എങ്ങനെയായിരിക്കണം, എത്ര ഡോക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് അവേഴ്സ് എങ്ങനെയായിരിക്കണം, വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എങ്ങനെ എത്തിക്കണം അല്ലെ. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ വാർഡിലെ സുഗമമായ നടപ്പിന് വേണ്ട. ഇതോ അപ്പൊ ആ പോളിസികളും നയങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ചായിരിക്കണം വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നെക്സ്റ്റ് 6th പോയിന്റ് പറഞ്ഞില്ലാലോ. 6th പോയിന്റ് ആരോ ചോദിച്ചല്ലോ. 6th പോയിന്റ് എന്ന് പറഞ്ഞാല് യൂസ് ഓഫ് ഡെമോക്രാറ്റിക് മെത്തേഡ് ഇൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് പോളിസി. വാർഡ് പോളിസി സ്ഥാപിക്കുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് മെത്തേഡ്, അതായത് ജനാധിപത്യ രീതി. ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ എന്താ?
എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെ? ആണോ? ആ പീപ്പിൾസിന് അല്ലെ എല്ലാവരും. അപ്പൊ അതേപോലെ എന്താണ് എല്ലാവരുടെയും താല്പര്യം അനുസരിച്ചായിരിക്കും അല്ലെ? അപ്പൊ എന്താ വാർഡിലെ പ്രവർത്തനം നമുക്കറിയാം. വാർഡിൽ ആരൊക്കെയുണ്ട്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരുണ്ട്, പേഷ്യൻസ് ഉണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് അല്ലെ, ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പോളിസി നയമായിരിക്കണം സ്ഥാപിക്കേണ്ടത്. എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള. ഫോർത്തും ഫിഫ്ത്തും പറയണം. ഫോർത്ത് എന്ന് പറയുന്നത് ബിഗിനിങ് ദ ഡേ ഓൺ ടൈം. നമുക്കറിയാം വാർഡിലെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ 6 ഒരു 6 മണിയാകുമ്പോ തന്നെ നമ്മൾ വന്നിട്ട് നഴ്സുമാര് വിളിക്കാറുണ്ടോ? മെഡിസിൻ തരും അല്ലെ, BP ചെക്ക് ചെയ്യും, ഇഞ്ചക്ഷൻ തരും അല്ലെ? ആണോ? അപ്പൊ ആ ഒരു കറക്റ്റ് ടൈമില് വാർഡിലെ പ്രവർത്തനം എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? ആ കറക്റ്റ് സമയത്ത് തന്നെ ആരംഭിക്കുക, തുടങ്ങുക. നെക്സ്റ്റ് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റൂട്ടീൻ. എന്താണ്? വാർഡിലെ ദിനചര്യ സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക, തടുക്കുക. ചിലപ്പോ വാർഡില് നമുക്കറിയാം ചിലപ്പോ എന്താണ് 4 നഴ്സ് ഒക്കെ ആയിരിക്കും അല്ലെ ഡ്യൂട്ടിയിൽ വരേണ്ടത്. ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 4 നഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 നഴ്സ് ആയിരിക്കാം. അപ്പൊ അതിലൊരാള് ലീവ് എടുത്താൽ എന്ത് പറ്റും? പെട്ടെന്ന് ലീവ് വരണം, ഒരു എമർജൻസി ലീവ് വേണ്ടി വരികയാണ്. അപ്പൊ വാർഡിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുമോ? ഇന്ററപ്ഷൻ വരുമോ? വരുമോ? ആരാ ചോദിച്ചു? വരില്ലേ? അപ്പൊ അതിനെന്താ പുതിയൊരു സ്റ്റാഫിനെ അല്ലെ, അവിടെയുള്ള വേറെ ഏതെങ്കിലും സ്റ്റാഫുകൾ അവിടെ ആ സമയത്തേക്ക് അവിടേക്ക് നിയമിക്കണ്ടേ? ജോലിക്ക് നിർത്തണം അല്ലെ? അപ്പൊ അങ്ങനെ അതിപ്പോ മിസ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പല രീതിയിൽ വരാം അല്ലെ, വാർഡിലെ ദിനചര്യകൾക്ക് തടസ്സം വരാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണെങ്കിൽ അത് റിമൂവ് ചെയ്യുക, നീക്കം ചെയ്യുക. ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ചാൽ പ്രതിനിധി ഉത്തരവാദിത്തം. നമുക്കറിയാം എന്താണ് വാർഡില് ഓരോ ഡ്യൂട്ടീസ് കൊടുക്കുന്നതുണ്ട്. അത് നഴ്സുമാരുണ്ട് അല്ലെ, നഴ്സുമാർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ആരാ? ഹെഡ് ആയിരിക്കും അല്ലെ, നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടാവും അല്ലെ? ആണോ? അല്ലേ? എന്താണ് അവരൊന്നും പറയാത്ത? അപ്പൊ കറക്റ്റ് രീതിയിൽ എന്താണ് പ്രതിനിധി ഉത്തരവാദിത്തം അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള അല്ലെ, ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി കറക്റ്റ് രീതിയിൽ അതിന്റെ ഹെഡ് പ്രതിനിധി ഏൽപ്പിച്ചു കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? മിസ് എടുക്കുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ മാം. ഓക്കെ മാം, ക്ലിയർ ആണ്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മാം.